ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടീച്ച് കേരള. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിലേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കണ്ടു എന്നൊന്ന് ഓർക്കാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ സെറ്റ്സിൽ തുടങ്ങി അല്ലെ. സെറ്റ്സിൽ നിന്ന് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തു. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ റിലേഷൻസ് ഡിഫൈൻ ചെയ്തു. ഇനി റിലേഷൻസിൽ നിന്ന് നമ്മൾ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. ഇതിനെല്ലാം കണക്ട് ചെയ്ത് ഇനി എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ലിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു കാരണം വരും ഫംഗ്ഷൻസ് കഴിയുമ്പോൾ. പിന്നെ കണ്ടിന്യൂറ്റി വരും, ഡിഫറൻഷ്യബിലിറ്റി വരും, പിന്നെ ഇതിനുശേഷം ഇന്റഗ്രേഷൻ വരും. ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓർക്കുക. അപ്പൊ നമുക്ക് ഫംഗ്ഷൻസിലേക്ക് കടക്കാം. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് റിലേഷൻസിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയാം. സർട്ടൻ കൈൻഡ് ഓഫ് റിലേഷൻസ് എന്ന് പറയാം. ഇപ്പൊ നമുക്കൊരു സെറ്റ് എ എടുത്തു കഴിഞ്ഞാൽ, സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 എന്നും, സെറ്റ് ബി എന്ന് പറയുന്നത് ലെറ്റ്സ് എ കോമ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം എ ക്രോസ് ബി എന്ന് നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ ക്രോസ് ബി നമുക്ക് എന്തൊക്കെ എഴുതാം? 1 എ എഴുതാം, 1 ബി എഴുതാം, 1 സി എഴുതാം, 2 എ എഴുതാം, 2 ബി എഴുതാം, 2 സി എഴുതാം, 3 എ എഴുതാം, 3 ബി എഴുതാം, 3 സി എഴുതാം അല്ലെ. ഇതല്ലേ എ ക്രോസ് ബി. ഈ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണല്ലോ റിലേഷൻ. സോ എത്ര റിലേഷൻസ് നമുക്ക് ഇത് ഇവിടെ എഴുതാം? 64 റിലേഷൻസ്, 2⁶ റിലേഷൻസ് നമുക്ക് എഴുതാൻ അറിയാം. അതിൻ്റെ അകത്ത് ഞാനിപ്പോ ഈ ഒരു റിലേഷൻ എടുത്ത 1 എ 2 സി എന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ റിലേഷൻസിന്റെ പ്രത്യേകത എന്താണ്? ഇതിനെ നമ്മൾക്ക് പ്രീ ഇമേജ് എന്നും ഇതിന് ഇമേജ് എന്നും അല്ലേ പറയുന്നത്. എല്ലാ പ്രീ ഇമേജിനും ഒരു സിംഗിൾ ഇമേജേ ഉള്ളൂ. അതായത് 1 ഒരു ഒറ്റ ഇമേജ് എ ഉള്ളൂ, 2 ഒരു ഒറ്റ ഇമേജ് സി എ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു റിലേഷൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1 എ 1 ബി 2 സി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതും റിലേഷൻ ആണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? 1 രണ്ട് ഇമേജസ് ഉണ്ട്. 1 എയും വരുന്നു, 1 ബിയും വരുന്നു. സോ ഇങ്ങനെ സംഭവിക്കാത്ത റിലേഷൻസ്, അതായത് ഒരു ഇമേജിന് ഒരൊറ്റ, അതായത് ഒരു പ്രീ ഇമേജിന്, അതായത് ഒരു എക്സിന് ഒരൊറ്റ വൈ മാത്രം ഉണ്ടാവുന്ന കേസുകൾ, ഇങ്ങനെ ഒരു കേസിന് ഇതിനെ ഫംഗ്ഷൻ ആയിട്ട് വിളിക്കാൻ പറ്റും. ഇതിനെ ഫംഗ്ഷൻ ആയിട്ട് വിളിക്കില്ല. കാരണം എക്സ് വണ്ണും വരുമ്പോ എക്സിന് രണ്ട് വൈസ് വരുന്നു. എക്സ് 1 കൊടുക്കുമ്പോൾ വൈ ആയിട്ട് എയും ബിയും വരുന്നു. ഇങ്ങനെയുള്ള കേസുകളെ ഫംഗ്ഷൻ അല്ല. സോ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഇസ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റിലേഷൻസ് വെയർ എവറി എക്സ് ആസ് എ സിംഗിൾ വൈ. മനസ്സിലായോ? എവറി പ്രീ ഇമേജ് ആസ് എവറി എക്സ് ആസ് എ സിംഗിൾ ഇമേജ്. അങ്ങനത്തെ കേസുകളെയാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. കാര്യം പിടികിട്ടിയല്ലോ. ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 2 3 എന്ന് മാർക്ക് ചെയ്താ ഇവിടെ എയും ബി എന്ന് പറഞ്ഞാൽ ഈ 1 എക്കും ബിക്കും മാർക്ക് ചെയ്ത ഇത് ഫംഗ്ഷൻ അല്ല. കാരണം എന്താണ്? ഇതിന് രണ്ട് ഇമേജ് വരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ 1 2 3 ഉണ്ട്, എയും ബിയും ഉണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിനെ ഫംഗ്ഷൻ ആയിട്ട് വിളിക്കാൻ പറ്റും. കാരണം എന്ന് പറയുന്നത് എത്രയാണ്? എല്ലാ എക്സിനും ഒരൊറ്റ വൈയെ വരുന്നുള്ളൂ. ഇങ്ങനത്തെ കേസുകളെയാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് യൂഷ്വലി റിട്ടേൺ ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം എഫ് ഓഫ് എക്സ്. ഇതിനെ വായിക്കുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ്, അതായത് ഒരു എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈ വാല്യൂ. ഓക്കെ, ഫംഗ്ഷനെ യൂഷ്വലി മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് വഴി നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 5 എന്ന് പറഞ്ഞാൽ ഇതൊരു റൂൾ ആണ്. ഫംഗ്ഷനെ ഒരു റൂൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ റൂൾ ഇട്ട് പ്രോസസ് ചെയ്ത ഒരു ഔട്ട്പുട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന് 1 ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 7 എന്ന് കിട്ടും. സോ ഫംഗ്ഷനെ ഇങ്ങനെയും നമുക്ക് ഓർക്കാം. ഫംഗ്ഷനെ ഒരു ബോക്സ് ആയിട്ട് ഓർക്കാം. ഒരു എക്സ് വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിംഗിൾ വൈ വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് വാല്യൂ പുറത്ത് തരുന്ന ഒരു മെഷീൻ ആയിട്ട് കൂട്ടാം. ഓക്കെ, ഒരൊറ്റ എക്സിന് ഒരൊറ്റ വൈ മാത്രം തരുന്ന ഒരു മെഷീൻ. ഇപ്പൊ ഈ ഒരു സിംഗിൾ ആയിട്ട് ഞാനിപ്പോ ഒരു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ട് വാല്യൂ 2 എന്നും 3 എന്നും തന്നു കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ അല്ല. ഇപ്പൊ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ വാല്യൂ വൈ, ഒരു സിംഗിൾ വാല്യൂ മാത്രമേ പുറത്തോട്ട് വരാവൂ. ഇങ്ങനെ ഒരു മെഷീൻ ആയിട്ടും നമുക്ക് ഫംഗ്ഷനെ കണക്കാക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ ഫംഗ്ഷനും റിലേഷൻസിനെ പോലെ റേഞ്ചും ഡൊമൈനും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനെ പറ്റി പഠിക്കാം. എന്നാൽ നമുക്ക് എക്സാമ്പിൾ 10ലേക്ക് കിടക്കാം. NCERT-യിലുള്ള എക്സാമ്പിൾ 10. ഓക്കെ, ചോദ്യം ഇതാണ്: ലെറ്റ് n be the set of natural numbers. n be the set of natural numbers and the relation R be defined and the relation R be defined on n
such that R is equal to set of all ordered pair x comma y such that y is equal to 2x and x comma y belongs to n. മനസ്സിലായോ? ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിന്റെ ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണ്, കോഡൊമെയിൻ എന്താണ്? ഓക്കെ ഓക്കെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, ഈസ് ദിസ് റിലേഷൻ ഓഫ് ഫംഗ്ഷൻ, ഈസ് ദിസ് റിലേഷൻ ഓഫ് ഫംഗ്ഷൻ? ഇതാണ് ഇത്രയും ചോദ്യങ്ങൾ. ആദ്യം നമുക്ക് കോഡൊമെയിനിലേക്ക് കടക്കാം. കോഡൊമെയിൻ ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് വരുവാണെങ്കിൽ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് സെക്കൻഡ് സെറ്റ്. ലെറ്റ് n be the set of natural numbers and the relation r be defined on n. Defined on n എന്ന് പറഞ്ഞാൽ n ൽ നിന്ന് n ലേക്ക്, അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലേക്ക്, അതായത് ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കോഡൊമെയിനെ എന്തെന്ന് വിളിക്കാം? കോഡൊമെയിന് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് തന്നെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമെയിൻ എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ എക്സ് വാല്യൂസ്. എക്സിന് എന്തൊക്കെ വാല്യൂ എടുക്കാം? എക്സിന് ഇവിടെ 1 ഇടാം, 2 ഇടാം, 3 ഇടാം, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാമല്ലോ, അതിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ. അന്നേരം ഡൊമെയിനും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ വരും. ഇനി റേഞ്ച് എന്താ വരുന്നത്? റേഞ്ച് എന്ന് പറയുന്നത് വൈ വാല്യൂസ് ആണ്. വൈ വാല്യൂസ് എന്തൊക്കെ വരും? എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് എന്തൊക്കെ വരും? എക്സിന് ആദ്യം ഇട്ട് കൊടുക്കുന്ന വൈ വാല്യൂ 1, അന്നേരം വൈ എന്ന് പറയുന്നത് 2 × 1 2 വരും, അടുത്തത് 4 വരും, അടുത്തത് 6 വരും. അങ്ങനെയാണെങ്കിൽ വൈക്ക് ഈവൻ നമ്പർ വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റൂ. വൈക്ക് എടുക്കുന്ന വാല്യൂസ് ആണല്ലോ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? സെറ്റ് ഓഫ് ഓൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. കാര്യം പിടികിട്ടിയല്ലോ. സോ റേഞ്ച് മനസ്സിലായി, ഡൊമെയിൻ മനസ്സിലായി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റിലേഷനെ ഒന്ന് നമുക്ക് എഴുതുവാണെങ്കിൽ എന്താ കിട്ടുന്നത്? 1 ന് 2 വന്നു, അടുത്ത 2 ന് 4 വന്നു, 3 ക്ക് 6 വന്നു, 4 ന് 8 വന്നു, എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരൊറ്റ എക്സിന് എപ്പോഴും ഒറ്റ വൈയല്ലേ ഉള്ളൂ. 1 ന് 2 മാത്രമേ വരുന്നുള്ളൂ, 1 ന് വേറൊരു വാല്യൂ എടുക്കാൻ പറ്റുന്നില്ല. 2 ന് 4 മാത്രമേ പറ്റുന്നുള്ളൂ, വേറൊരു വാല്യൂ എടുക്കാൻ പറ്റില്ല. 3 ക്ക് 6 മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ, വേറൊരു വാല്യൂ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വൈ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഫംഗ്ഷൻ എന്തായിരുന്നു? all relations where the second value, that is y, is never repeated. That means, or for a single x, I mean for all values where x is not repeated, y alla x is not repeated, for a single x only a single y value should be there. Okay, 1 ന് 2 മാത്രമേ പറ്റൂ, 2 ന് 4 മാത്രമേ പറ്റൂ, 3 ന് 6 മാത്രമേ പറ്റൂ. ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പിടികിട്ടിയല്ലോ. ഇതാണ് എക്സാമ്പിൾ 10 നമ്മൾക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമ്പിൾ 11 നോക്കാം. എക്സാമ്പിൾ 11 എന്താ ഉള്ളത് നോക്കാം. എക്സാമ്പിൾ 11 ഇതാണ്. എക്സാമിൻ ദ ഫോളോയിങ് റിലേഷൻസ്. താഴത്തെ റിലേഷൻസ് നോക്കുക, ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് പറയുക. ഈ താഴെ തന്നിരിക്കുന്ന റിലേഷൻസ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് പറയുക. r is equal to 2,1, 3,1, 4,2. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് r is equal to 2,2, 2,4, 3,3, 4,4. Two, 3, അടുത്ത 3,4, 4,5, 5,6 പിന്നെ 6,7. ഇത്രയല്ലേ? ഇപ്പൊ ആദ്യത്തത് നോക്കുക. എന്താ നമുക്ക് കണ്ടീഷൻ നോക്കണ്ട? ഒരു എക്സിന് ഒറ്റ വൈയേ ഉള്ളോ നോക്കുക. 2 ന് 1 മാത്രമേ ഉള്ളൂ, 3 ക്ക് 1 മാത്രമേ ഉള്ളൂ, 4 ന് 2 മാത്രമേ ഉള്ളൂ. വൈ വാല്യൂ റിപ്പീറ്റ് ചെയ്യാം, എക്സ് വാല്യൂ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇത് ഫംഗ്ഷൻ ആണോ? യെസ്, ദിസ് ഇസ് ദ ഫംഗ്ഷൻ, സാറ്റിസ്ഫൈങ്. ഇപ്പൊ 2 ന് 2 വന്നു, 2 ന് 4 വന്നു, എക്സ് വാല്യൂ റിപ്പീറ്റ് ചെയ്തു. എക്സ് വാല്യൂ റിപ്പീറ്റ് ചെയ്താൽ പറ്റുമോ? പറ്റില്ല, നോട്ട് എ ഫംഗ്ഷൻ. അഗൈൻ ഇവിടെ 1 ന് 2 വന്നു, 2 ന് 3, 3 ക്ക് 4, 4 ന് 5, 5 ന് 6, 6 ന് 7. എക്സ് വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് എ ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് എലമെന്റ് ഷുഡ് നെവർ റിപ്പീറ്റ്. അതായത് ഒരു എക്സ് വാല്യൂവിന് ഒരൊറ്റ വൈ വാല്യൂ മാത്രമേ പാടുള്ളൂ. അറിയപ്പെടിയല്ലോ. ഓക്കെ, അതായിരുന്നു എക്സാമ്പിൾ 11. അടുത്തത് നമുക്ക് കുറച്ചൊരു ഡെഫിനിഷൻ പഠിക്കാം. ഡെഫിനിഷൻ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സോ ഓർ സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ്?
ഒരു സെറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആദ്യത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓർഡർ അനുസരിച്ച് പഠിച്ചു പോകാം. റിയൽ നമ്പേഴ്സോ അതിന്റെ ഏതെങ്കിലും സബ്സെറ്റോ, അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആകാം, ഹോൾ നമ്പേഴ്സ് ആകാം, ഇതെല്ലാം അതിന്റെ സബ്സെറ്റ് ആണല്ലോ. ഇറാഷണൽ ആകാം, റാഷണൽ ആകാം. ഇതിൽ എന്ത് പെട്ട് കഴിഞ്ഞാലും അതിനെ നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇനി നമുക്ക് അടുത്തത് റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ, റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, റേഞ്ചിനോടൊപ്പം ഡൊമെയിനും കൂടെ, ഡൊമെയിൻ ഓൾസോ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓർ സബ്സെറ്റ്സ്, ഇങ്ങനെ സംഭവിച്ചാൽ ഇതിന് റിയൽ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സബ്സെറ്റ്സ് ഓഫ് ആറോ ഒരു കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സോ ആകാം. റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ റേഞ്ചിനോടൊപ്പം തന്നെ ഡൊമെയിനും സബ്സെറ്റ്സ് ഓഫ് ആറോ ഓർ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സോ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് റിയൽ ഫംഗ്ഷൻ എന്ന് പറയാം. കാര്യം പിടിയിട്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 12ലേക്ക് കിടക്കാം. NCERT-യിലെ എക്സാമ്പിൾ 12 ഇതാണ് പറയുന്നത്. Let n be the set of natural numbers. Define a real valued function from n to n. അതായത് അതിന്റെ ഫസ്റ്റ് സെറ്റും n ആണ്, സെക്കൻഡ് സെറ്റും n ആണ്. And f of x is equal to 2x plus 1. Complete the following table. Find f of 1. f of 1 എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ f of 1 കണ്ടുപിടിക്കാൻ in the definition of the function wherever there is x, put x is equal to 1. So 2 into 1 plus 1 അതായത് 3 എന്ന് വരും. അടുത്തത് f of 2 എങ്ങനെ കണ്ടുപിടിക്കുക? In the definition of the function wherever there is x, replace it by 2. So it will become 2 into 2 plus 1 അതായത് 5 എന്ന് വരും. അങ്ങനെ തന്നെ എല്ലാം കണ്ടുപിടിക്കാമല്ലോ. അടുത്തത് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുക. f of 7 എങ്ങനെ തന്നെ വരും? 2 into 7 plus 1 അതായത് 14 plus 1 15 എന്ന് വരും. സോ ഇങ്ങനെ തന്നെ ആയിരിക്കണം ഇതിന്റെ വാല്യൂ എല്ലാം കണ്ടുപിടിക്കേണ്ട. കാര്യം പിടികിട്ടിയല്ലോ. വളരെ സിമ്പിൾ ആണ്. ഒരു ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ ആ എക്സിന്റെ സ്ഥാനത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. പോളിനോമിയലിന്റെ വാല്യൂ ഓഫ് എ പോളിനോമിയൽ കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് വാല്യൂ ഓഫ് എ ഫംഗ്ഷനും കണ്ടുപിടിക്കുന്നത്. അടുത്ത ഭാഗം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സം ഫംഗ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജെഇക്കും ഇമ്പോർട്ടന്റ് ആണ്, അതിനോടൊപ്പം തന്നെ ബോർഡ് എക്സാം ലെവലിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും അതിന്റെ ഗ്രാഫുകളും ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്ന സം ഫംഗ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്സ്. ആദ്യമായിട്ട് ഈ പേരുകളും നിങ്ങൾ ഓർത്തു വെക്കുക. ചില ചോദ്യത്തിലൊക്കെ ഈ പേരേ തരത്തുള്ളൂ. ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കാം. ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ. അതായത് ഫസ്റ്റ് സെറ്റും ആർ ആണ്, സെക്കൻഡ് സെറ്റും ആർ ആണ്. ഡിഫൈൻഡ് ബൈ y is equal to f of x is equal to x. f of x ന് വേറെ വിളിക്കുന്ന ഒരു പേരാണ് y എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഓർത്തു വെക്കുക, f of x ന്റെ വേറൊരു പേരാണ് y എന്ന് പറയുന്നത്. സോ y is equal to x or f of x is equal to x എന്ന് പറയുന്ന ഡെഫിനിഷൻ, where x is any real number, such a function is called identity function. So identity functionന്റെ ഡെഫിനിഷൻ എന്താണ്? y is equal to x or y is equal to f of x. അന്നേരം ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, ഗ്രാഫിൽ എപ്പോഴും x ആക്സിസിൽ x വാല്യൂവും y ആക്സിസിൽ y വാല്യൂവും ഓർ f of x ന്റെ വാല്യൂ, y വാല്യൂവും f of x ന്റെ വാല്യൂ സെയിം ആണല്ലോ. 0 ഇടാം, 1 ഇടാം, 2 ഇടാം, 3 ഇടാം, ഇങ്ങനെ പോവുക. എല്ലാവർക്കും ഗ്രാഫ് വരയ്ക്കാൻ അറിയാലോ. ഗ്രാഫ് വരയ്ക്കാനായിട്ട് എക്സ് കോർഡിനേറ്റ് മാർക്ക് ചെയ്യാം. ഒരു നോർമൽ കാർട്ടീഷ്യൻ സിസ്റ്റത്തിന്റെ ഗ്രാഫ് തന്നെയാണ് വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 0 വരുമ്പോൾ y എന്ത് വരും? 0 വരും. എക്സ് 1 വരുമ്പോൾ y 1 വരും. എക്സ് 2 വരുമ്പോൾ y 2 വരും. അതേപോലെ തന്നെ എക്സ് -1 വരുമ്പോൾ -1 -2 ഇങ്ങനെ അങ്ങ് പോകത്തില്ലേ? ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ചു പോയി കഴിഞ്ഞാൽ ഇതായിരിക്കണം ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് y is equal to x or f of x is equal to x എന്ന് പറയുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഡൊമെയിനും റേഞ്ചും വരാം. ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്. ഓക്കെ, ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ് വാല്യൂ എടുക്കാതിരിക്കാൻ പറ്റില്ല, എല്ലാ വാല്യൂ എടുക്കാം. അതായത് ഏതൊരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം 100 എടുത്ത y വാല്യൂ എന്താ? 100. റൂട്ട് 10,000 എടുത്തു കഴിഞ്ഞാൽ റൂട്ട് 10,000ന്റെ കറസ്പോണ്ടിങ് ഒരു y വാല്യൂ റൂട്ട് 10,000 എന്ന് തന്നെ വരുമല്ലോ.
റൂട്ട് 10,001 എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ. സോ ഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ബിക്കോസ് ഈ എക്സ് ആക്സിസിൽ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എക്സിന് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ റേഞ്ച് എന്താണ്? എക്സ് എടുക്കാവുന്ന എല്ലാ വാല്യൂവും റേഞ്ച് കൊടുക്കും. സോ റേഞ്ച് എന്താണ്? റേഞ്ചും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. സോ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാണ്, ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്, അതിന്റെ റേഞ്ച് എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഡൊമെയിൻ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. മനസ്സിലായല്ലോ? കാര്യം പിടികിട്ടിയല്ലോ? ഇതായിരുന്നു നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ഫസ്റ്റ് ഫംഗ്ഷൻ. അടുത്ത നമുക്ക് സെക്കൻഡ് ഫംഗ്ഷനെ പറ്റി പഠിക്കാം. അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫംഗ്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ് വൈ വാല്യൂ എടുക്കും. ഓക്കെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. So this is also a function defined from R to R, and it is defined by y is equal to f of x that will take a constant value c and x is a real number. Okay, x is a real number and c is a constant. അതായത് സിയുടെ വാല്യൂ 1 ആകാം, 2 ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വീണ്ടും വരയ്ക്കുന്നത്? സി എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ വരച്ചു. 0 1 2 3 4 അങ്ങ് പോയി, -1 -2 -3 -4 അങ്ങ് പോയി, 1 2 3 4 അങ്ങ് പോയി, -1 -2 -3 -4 അങ്ങ് പോയി. ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ, അതായത് ഇവിടെ ഉള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഈ 0 വന്നു കഴിഞ്ഞാലും ആ കോൺസ്റ്റന്റ് വാല്യൂ വരും. എപ്പോഴും ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ മാത്രം, ഇവിടെ ഉള്ള കോൺസ്റ്റന്റ് വാല്യൂ മാത്രമേ അതിന്റെ വൈ വാല്യൂ ആയിട്ട് വരും. എക്സ് നിങ്ങൾ 100 ഇട്ട് കൊടുത്തു, ആ സി തന്നെ വരും. 10,000 ഇട്ട് കൊടുത്തു, സി തന്നെ വരും. ഓക്കെ, സോ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വരച്ചിരിക്കുന്ന ഒരു സാധനമാണ് y is equal to c, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ഇപ്പൊ വരുന്നത് നെഗറ്റീവ് നമ്പർ ആയിരുന്നെങ്കിൽ താഴോട്ടും വരാം, ഇങ്ങനെയും വരാം. സി പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വരും, സി നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂസ് ആണ്. എക്സ് ആക്സിസിൽ എന്തൊക്കെ വാല്യൂസ് എടുക്കാം? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ബട്ട് റേഞ്ച് എന്താണ്? ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് എക്സ്, ദ വാല്യൂ ഓഫ് y is always c. കാര്യം പിടികിട്ടല്ലോ? സോ ഇതിന്റെ റേഞ്ച് സി ആണ്, ഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ. കാര്യം പിടികിട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻ, വെറൈറ്റി ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കാറുണ്ട്. അതിനകത്ത് ജനറൽ ഡെഫിനിഷൻ ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ് പഠിക്കാം. ഇതും ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ ആണ്. അതായത് എക്സ് വാല്യൂസും ആർ എടുക്കാം, വൈ വാല്യൂസും ആർ എടുക്കാവുന്ന ഒരു സെറ്റിൽ നിന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. It is a polynomial function if it is of the form f of x is equal to a0 plus a1x plus a2x square plus etc plus an x raised to n, where n is a non-negative, very important ആണ്, integer, അതായത് 0 ആകാം, and a0 a1 etc an they are all real numbers. ഇങ്ങനത്തെ ഡെഫിനിഷൻ ഉള്ളത് തന്നെയാണ് പോളിനോമിയൽ ഫംഗ്ഷൻ. എക്സാമ്പിൾ f of x is equal to 0.2x square plus 6x plus 4, or f of x is equal to x raised to 5 plus x cube plus 1. ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്. സോ ഓരോ പോളിനോമിയൽ ഫംഗ്ഷനും ഓരോ ഗ്രാഫ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രാഫും ഡൊമൈനിലേക്ക് ഞാനിപ്പം കടക്കുന്നില്ല. ഓരോ സ്പെസിഫിക് കേസസ് എടുത്തിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് പോളിനോമിയൽ ഫംഗ്ഷന്റെ കേസസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോ എക്സാമ്പിൾ 13 നമ്മൾ പറയുന്നുണ്ട് y is equal to f of x is equal to x സ്ക്വയറിന്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. where x belongs to set of real numbers. ഓക്കെ, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ y വാല്യൂ എടുക്കാം, ഓർ x വാല്യൂ എടുക്കാം, y വാല്യൂ എടുക്കാം. y എന്ന് പറയുന്നത് f of x തന്നെയാണ്. x 0 വരുമ്പം f of x എത്ര വരുന്നത്? 0 വരും. x 1 വരുമ്പം 1 വരും. x 2 വരുമ്പോ എത്ര വരും? 4 വരും. x 3 വരുമ്പോ എത്ര വരും? 9 വരും. ഇങ്ങനെയൊക്കെ പോകുമല്ലോ. ഇങ്ങനെ നെഗറ്റീവ് വാല്യൂസ് നിങ്ങൾക്ക് ഇടാം. -1 വന്നാൽ 1 വരും, -2 വന്നാൽ 4 വരും. ഇങ്ങനെയൊക്കെ പോകും. ഓർക്കുക, y വാല്യൂ റിപ്പീറ്റ് ചെയ്യാം, x വാല്യൂ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ആയിരിക്കണമല്ലോ ഇതിന്റെ വാല്യൂസ്. ഇതിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, f of x is equal to x സ്ക്വയറിന്റെ ഗ്രാഫ്, ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ. 0
ആ ഇപ്പൊ എക്സ് 0 വരുമ്പോൾ വൈയും 0 തന്നെയാണ്. എക്സ് 1 വരുമ്പോൾ വൈ 1 ആണ്. എക്സ് 2 വരുമ്പോൾ വൈ 4 ആണ്. എക്സ് -1 വരുമ്പോൾ വൈ 1 ആണ്. എക്സ് -2 വരുമ്പോൾ വൈ 4 ആണ്. സോ ഇങ്ങനെ പോകുന്ന ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് അല്ലേ ഇതിന് വരുന്നത്. ഇതാണ് y is equal to x സ്ക്വയറിന്റെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് റേഞ്ച് അറിയാം. നമുക്കറിയാം എക്സിന് ഏത് റിയൽ നമ്പർ വാല്യൂ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്താ? നിങ്ങളിപ്പം കാണാം വൈക്ക് ഒരിക്കലും നെഗറ്റീവിലോട്ട് പോകുന്നില്ല. മനസ്സിലായോ? വൈ എവിടെങ്കിലും നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വൈ എപ്പോഴും നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം ഇതെന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് 0 to പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്. നെഗറ്റീവ് വാല്യൂസ് ഒരിക്കലും ഇത് എടുക്കത്തില്ല. 0യിൽ നിന്ന് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പോകാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇതിന്റെ ഇത്. ഓക്കെ, സോ ഇതായിരിക്കണം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫും. ഗ്രാഫൊക്കെ പഠിക്കാൻ പിടിയിട്ടില്ല. ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്നത് നോക്കുക. വൈ എന്തൊക്കെ വാല്യൂസ് എടുക്കുന്നു അതാണ് റേഞ്ച്. എക്സ് എന്തൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റുന്നു അതാണ് ഡൊമൈൻ. ഓക്കെ ഫൈൻ. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ 14ലേക്ക് നമുക്ക് കിടക്കാം. Example 14, draw the graph of function f from R to R defined by f of x is equal to x cube where x belongs to R എന്ന് പറയുന്നത്. ഓക്കെ, f of x is equal to x ക്യൂബിന്റെ ആണെങ്കിൽ നമുക്കറിയാം f of 0 എന്ന് പറയുന്നത് 0 ആണ് അല്ലെ, f of 1 എന്ന് പറയുന്നത് 1 ആണ്, f of -1 എന്ന് പറയുന്നത് -1 ആണ്, f of -2 എന്ന് പറയുന്നത് -8 ആണ്, f of 2 എന്ന് പറയുന്നത് 8 ആണ്. ഇങ്ങനെ പോവുകയല്ലേ ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിന്റെ ഗ്രാഫ് ഇപ്പൊ ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ -2 -4 x 0 വരുമ്പോൾ y 0 വരും, x 2 വരുമ്പോഴത്തേക്കും y 8 വരും, x 1 വരുമ്പോഴത്തേക്കും y 1 വരും, ഇവിടെ 1 വരുമ്പോൾ -1 വരും, -2 വരുമ്പോൾ -8 വരുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് അല്ലേ ഇതിനുണ്ടാവുന്നത്. ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ്. കാര്യം മനസ്സിലായല്ലോ. ഈ ഗ്രാഫ് പറയുന്നത് ഇതാണ് y is equal to എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ്. നിങ്ങൾ സ്കെയിലും പെൻസിലും വെച്ച് നന്നായിട്ട് വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമുക്ക് ഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ദാറ്റ് എക്സ് ക്യാൻ ടേക്ക്. ഒരു എക്സ് വാല്യൂസിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ലല്ലോ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചും എന്താണ്? നമുക്കറിയാം വൈയിലും എല്ലാ വാല്യൂസും എടുത്ത് തന്നെയാണ് പോകുന്നത്. സോ റേഞ്ചും എന്താണ്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. ഒരു റിയൽ വാല്യൂസ് ഇത് എടുക്കാതിരിക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അല്ലെ. അടുത്ത -3 വരുമ്പോഴത്തേക്കും -9ലേക്ക് പോകും, ഇങ്ങനെ -27ലേക്ക് പോകും, ഇങ്ങനെ വലുതായി പോയിക്കൊണ്ടേയിരിക്കും. സോ എല്ലാ എക്സ് വാല്യൂയും എല്ലാ വൈ വാല്യൂയും ഇവിടെ എടുക്കാൻ പറ്റാറുണ്ട്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന റാഷണൽ ഫംഗ്ഷൻസിനെ പറ്റിയാണ്. ഓക്കെ, അടുത്തത് പഠിക്കുന്നത് റാഷണൽ ഫംഗ്ഷൻസ് ആണ്. Functions of the type f of x by g of x, they are called rational functions. Okay, extra condition എന്തായിരിക്കണം? g of x should not be equal to 0. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാഷണൽ ഫംഗ്ഷൻസ് വരുമ്പോൾ അതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനോ റേഞ്ച് കണ്ടുപിടിക്കാനോ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ്. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പറ്റില്ല, കാരണം ഡിവിഷൻ ബൈ 0 നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ f of x is equal to 1 by x ആണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. ഇപ്പൊ f of x is equal to 1 by x ന്റെ ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ഇത് ഈ ഫംഗ്ഷനെ നമുക്കൊന്ന് പഠിക്കാം. ഇതൊരു എക്സാമ്പിൾ ഓഫ് എ റാഷണൽ ഫംഗ്ഷൻ ആണ് f of x is equal to 1 by x എന്ന് പറയുന്നത്. ഓക്കെ, എക്സും y is equal to 1 by x നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. -2 -1.5 -1 -0.5 0.25
0.5 1. ഇതൊരു എക്സാമ്പിൾ ചോദ്യമാണ്. ഇത് എക്സാമ്പിൾ 15 ആണ്. ഈ 1/x ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞേക്കുന്ന ചോദ്യമാണ്. 1.5 വന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. അന്നേരം ഫില്ല് ചെയ്യാം. 1/x എത്ര വരും? 1 ഡിവൈഡഡ് ബൈ -2, അതായത് -0.5. ഇത് എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 1.5, അതായത് -0.67 വരും. ഇത് -1 വരും, ഇത് -2 വരും, ഇത് 4 വരും, 2 വരും, 1 വരും, ഇത് 0.67 വരും, ഇത് 0.5 വരും. ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വാല്യൂസ് ഇങ്ങനെയാണ്. ഇതിനെ നമുക്ക് ഗ്രാഫിൽ ഒന്ന് പ്ലോട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ 0 ഇട്ട് കൊടുത്തു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എക്സ് 0 എടുക്കാൻ പറ്റുമോ? പറ്റില്ല. 0ക്ക് ഒരു വാല്യൂ ഇല്ല. കാരണം എന്ന് പറയുന്നത് എന്താണ്? 1/x, f of x = 1/x വരുമ്പോ എക്സ് 0 എടുത്താൽ ഡിഫൈൻഡ് അല്ല. സോ എക്സ് കനോട്ട് ടേക്ക് ദ വാല്യൂ 0. അത് എപ്പോഴും ഓർത്തു വെക്കാം. ഇനി അടുത്തത്, നമ്മളിപ്പം വാല്യൂസ് മാർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് നോക്കുക. എക്സ് -2 വരുമ്പോ -0.5 വന്നു ഇതിന്റെ വാല്യൂ. -2 വരുമ്പോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -0.5. അതായത് ഇവിടെ ഏകദേശം ഇങ്ങനെ വരും അല്ലെ? സോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏകദേശം എന്താ ഇങ്ങനൊരു ഗ്രാഫ് ആയിരിക്കും ഈ സൈഡിലോട്ട് വരിക. എന്റെ ഗ്രാഫ് അത്ര ശരിയായില്ല, നമുക്കൊന്ന് വരയ്ക്കാം അല്ലെ? ഏകദേശം ഈ സൈഡിലേക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫ് വരും. ഇത് അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന വാല്യൂ ആണ്. ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ തന്നെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. നിങ്ങൾ പ്ലോട്ട് ചെയ്ത് ക്രിസ്ത്യൻ നമ്പർ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ കിട്ടുന്ന കാര്യമുള്ളത്. ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് ആയിട്ട് വരും. ഇതിന്റെ അകത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഡൊമൈൻ എന്തെന്ന് വരും? ഡൊമൈൻ്റെ അകത്ത് നമുക്കറിയാം 0 എടുക്കാൻ പറ്റില്ല. സോ r - സെറ്റ് 0 ആണ് ഡൊമൈൻ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ 0 എടുക്കാൻ പറ്റില്ല, കാരണം 1 ഡിവൈഡഡ് ബൈ 0 ഇസ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി റേഞ്ച് എന്താണ് നമുക്കറിയാവുന്ന? ഇതിന്റെ റേഞ്ച് എവിടെയാ വരുന്നത്? റേഞ്ച് 0 ആവുമോ എപ്പോഴെങ്കിലും? y വാല്യൂ എപ്പോഴെങ്കിലും 0 ആകുമോ? y വാല്യൂ ഒരിക്കലും 0 ആവത്തില്ലല്ലോ. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് നമ്മൾ എന്താ വരുന്നത്? അതും r - 0 ആണ്. കാരണം നമുക്കറിയാം ഈ ഗ്രാഫിൽ നിന്ന് തന്നെ അറിയാം ഇത് ഒരിക്കലും 0 ആവത്തില്ല. എന്തെങ്കിലും എക്സ് വാല്യൂവിന് y വാല്യൂ 0 ആകുമോ? ഇവിടെ 1 ഡിവൈഡ് ബൈ 0ക്ക് വളരെ അടുത്തോട്ട് എത്തും, പക്ഷെ 0 ആവുമോ? ഇല്ല, 0 ആവത്തില്ല. y വാല്യൂ ഒരിക്കലും 0 ആവത്തില്ല. സോ ഡൊമൈനും റേഞ്ചും r - 0 ആണ്. -0 വന്നേക്കുന്ന കാര്യം പിടിയിട്ടല്ലോ ഡൊമൈനില്. ഓർക്ക് ഏതൊരു റിയൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു റാഷണൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലൂടെയാണ് നിങ്ങൾ ഡൊമൈൻ എപ്പോഴും കണ്ടുപിടിക്കുക. ഇത് ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ദ മോഡുലസ് ഫംഗ്ഷൻ. വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പോ f of x = മോഡുലസ് ഓഫ് x എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കാതിരിക്കുക. f of x ന്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് x വാല്യൂ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ, f of 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്, f of 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്, f of 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. ആൻഡ് ഇറ്റ് ഇസ് -x when x is less than 0. എന്താ പറ്റുന്നത്? f of -1 എന്താ പറ്റുന്നത്? -1 തന്നെ നമ്മൾ പോസിറ്റീവ് ആക്കണമെങ്കിൽ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. സോ ഇതാണ് ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് മോഡുലസ് ഓഫ് എക്സ്. നിങ്ങൾ കുറെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, സാർ എങ്ങനെയാണ് f of x -x ആവുന്നത്? കാരണം ഒരു നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ പോസിറ്റീവ് ആക്കി എടുത്തുള്ളൂ. മനസ്സിലായോ? സോ f of x = മോഡുലസ് ഓഫ് x എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ബോക്സിന്റെ ആയിട്ട് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആ ബോക്സിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ 0യോ അതിന് മുകളിലേക്കോ ഉള്ള നമ്പർ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അതിനെ പുറത്തേക്ക് വിടും.
സീറോയ്ക്ക് താഴെയുള്ളതിനാണെങ്കിലോ അതിനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് വിടും. സോ ദാറ്റ് അൾട്ടിമേറ്റ് റിസൾട്ട് ഇസ് പോസിറ്റീവ്. കാര്യം പിടികിട്ടിയോ? സോ എഫ് ഓഫ് -2 എന്ന് പറയുന്നത് എന്താ? മൈനസ് ഓഫ് -2 ആണ്, അതായത് +2 എന്ന് വരും. ഇങ്ങനെയാണ് മോഡുലസ് ഓഫ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് ഓർത്ത് വെക്കുമ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾക്കൊന്ന് ഓർക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക. എഫ് ഓഫ് എക്സ് ഇസ് മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഇസ് മൈനസ് എക്സ് വെൻ എക്സ് ഇസ് ലെസ് ദാൻ 0. കാര്യം പിടികിട്ടിയല്ലോ? ഇതിന്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ 0 1 2 3 4 1 2 3 4 -1 -2 -3 -4 -1 -2 -3 -4. എക്സ് 0 വരുമ്പോൾ y 0, എക്സ് 1-ന് 1, 2-ന് 2, 3-ക്ക് 3, -1-നും 1, -2-നും 2. സോ ഇങ്ങനെ ഒരു വി ഷേപ്ഡ് ഗ്രാഫ് ആണ് മോഡുലസ് ഓഫ് ഫംഗ്ഷനിൽ. സോ ദിസ് ഇസ് y is equal to x ഗ്രാഫ്, ഇത് y is equal to -x ഗ്രാഫ്. കാരണം എന്താ? എക്സ് -3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -3 ആക്കും, അതായത് +3 ആക്കി മാറ്റും. ഇതായിരിക്കണം ഇതിന്റെ ഗ്രാഫ്. ഇതിന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂസ്, ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് 0 to infinity ആണ്, ഓർ r+ ആണ്. കാരണം y വാല്യൂ എവിടെങ്കിലും നെഗറ്റീവ് ആവുമോ? മോഡുലസ് ഫംഗ്ഷനിൽ ഔട്ട്പുട്ട് എപ്പോഴെങ്കിലും നെഗറ്റീവ് തരുമോ? ഇല്ല. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഇതിന്റെ റേഞ്ച് പോകാൻ പറ്റും. y is equal to മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ഇതാണ്. f of x is equal to x when x is greater than or equal to 0 and minus of x when x is less than 0. ഇതാണ് ഇതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയല്ലോ? ഓക്കെ, അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു ഫംഗ്ഷൻ ആണ് സിഗ്നം ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എല്ലാം നിങ്ങൾ ഓർത്തു വെക്കുക. ജെഇക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടേംസ് ഓർത്തു വെക്കുന്നത്. സിഗ്നം ഫംഗ്ഷനും ദിസ് ഇസ് ഓൾസോ ഡിഫൈൻഡ് ഫ്രം r to r ആൻഡ് f of x is defined as equal to 1 if x is greater than 0, 0 if x is equal to 0, and -1 if x is less than 0. ഈ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഓഫ് സിഗ്നം ഫംഗ്ഷൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്താണ്? y വാല്യൂസ്. y വാല്യൂസ് എന്തൊക്കെയേ പറ്റൂ? 1, 0, -1 ഈ 3 വാല്യൂസേ പറ്റത്തുള്ളൂ സിഗ്നം ഫംഗ്ഷന്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1, 0, -1 ആണ് ഇതിന്റെ റേഞ്ച്. ഇത് നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ഇതിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? നമുക്ക് വേണ്ടുന്ന 3 വാല്യൂസ് മതി. ഇത് 1 ആണ്, ഇത് 0 ആണ്, ഇത് -1 ആണ്. 1-നെക്കാട്ടിൽ ഏത് വാല്യൂ കൂടുതലാണെങ്കിലും ഇതിങ്ങനെ പോകും. 1-ൽ നമ്മൾ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം, കാരണം 1 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, 1-നെക്കാട്ടിലും കൂടുതലുള്ള, ഐ മീൻ 0-യെക്കാട്ടിലും കൂടുതലുള്ള ഏത് വാല്യൂസിലും, 0-യെക്കാട്ടിലും കൂടുതലുള്ള ഏത് വാല്യൂസിലും ഇത് ഇങ്ങനെ വരും. 0-ക്ക് ഇത് 0 തന്നെയാണ്. 0-ക്ക് താഴെയുള്ളതിന് -1 ആണ്, അതായത് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കും, കാരണം 0-യിൽ -1 അല്ല. കാര്യം പിടിയിട്ട് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ബൈ ദ ഡെഫിനേഷൻ, when x is equal to 0 the value is 0, when x is any value greater than 0 it is 1, any value less than 0 it is -1. അങ്ങനെയാണെങ്കിൽ f of x ന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? it is modulus of x by x when x is equal to x is not equal to 0 and it is equal to 0 for x is equal to 0. ഇങ്ങനെ ഡെഫിനേഷൻ ചെയ്യാലോ. കാരണം എന്താ ഇങ്ങനെ വരുന്നത്? when x is not equal to 0 it is modulus of x by x. ഇപ്പൊ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് -x ആവും. -x by x ക്യാൻസൽ ചെയ്ത് -1 ആവും. ആൻഡ് മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് അഗെയിൻ x by x വരും when x is greater than or equal to greater than 0. കാരണം എന്താണ്? മോഡുലസ് ഓഫ് എക്സ് is x when x is greater than 0. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് 1 വരും. സോ ഇതിനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം, സിഗ്നം ഫംഗ്ഷൻ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. A function where which is defined as modulus of x by x when x is not equal to 0 and it is 0 when x is equal to 0 is called a സിഗ്നം ഫംഗ്ഷൻ. കാര്യം പിടികിട്ടിയല്ലോ? വളരെ സിമ്പിൾ ആണ്. ഓർക്കുക, ഈ ഹോളിന്റെ അർത്ഥം ഈ പോയിന്റ് ഇൻക്ലൂഡഡ് അല്ലെന്നാണ്, ഡോട്ടിന്റെ അർത്ഥം ഈ പോയിന്റ് ഇൻക്ലൂഡഡ് ആണെന്നാണ്. മനസ്സിലായല്ലോ? അടുത്തത് നമുക്കുള്ളത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ആണ്.
ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമുക്ക് അതിനെ ഒന്ന് വരച്ചു നോക്കാം. വരയ്ക്കുന്നതിന് മുന്നേ ഇതിന്റെ ഡെഫിനിഷനും നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം R to R. ഓക്കെ, സോ f of x is equal to, ഇങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുന്നതിനെ. This is called the greatest integer function. Okay, it is defined as greatest integer less than or equal to the given number. Less than or equal to the given number. Example, what is greatest integer of 1.5? Which is the greatest integer less than or equal to 1.5? It is 1. What is the greatest integer of 100.5? It is 100. Greatest integer less than or equal to 100.5. What is greatest integer less than minus 1.5? It is minus 2. Greatest integer less than or equal to ഈ 1 ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ -1 ആണ്, ഇവിടെ -2 ആണ്. -1.5 ഇതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1.5 ഏതാണ്? -2 ആണ് വരിക. ഓർക്കുക, ഈ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കാര്യത്തിൽ എല്ലാവരും കുറച്ച് തെറ്റിക്കാറുണ്ട്. -100.2ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? -101 എന്ന് ഓർക്കുക. കാര്യം പിടിയിട്ടോ? ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാം? 0, 1, 2, 3, 4, -1, -2, -3, -4, 1, 2, 3, 4, -1, -2, -3, -4 വരച്ച ബിറ്റ്വീൻ 0 and 1 എത്ര വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിന്റെ വാല്യൂ എത്രയായിരിക്കണം? 0യിലും 0 തന്നെ ആയിരിക്കണം. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂയിലും അതിന്റെ വാല്യൂ എന്തെന്ന് വരും? 0 എന്ന് വരും. ഇപ്പൊ 1നെക്കാട്ടിലും കുറച്ച് കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? 1ലും അതിന്റെ വാല്യൂ എത്രയാണ്? 1 തന്നെയാണ്. 2 വരെ അതിന്റെ വാല്യൂ 1 തന്നെയാണ്. 2ൽ അത് 1 ആണോ? അല്ല. അതുകൊണ്ട് അവർ ഹോൾ ഇട്ട് കൊടുക്കും. ഇവിടെയും എക്സാക്ട് 1ൽ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അടുത്ത പോലെ 2നും 3ക്കും ഇടയ്ക്കുള്ള ഏത് വാല്യൂ? 2.5 എടുത്താൽ 2, 2.7 എടുത്താൽ 2, ഏത് വാല്യൂ? ഇത് 2ൽ നിന്ന് തുടങ്ങും. 2 മുതൽ 2ൽ നിന്ന് തുടങ്ങും 3 വരെ ഇത് പോകും അല്ലെ? 3 പോയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അടുത്ത വീണ്ടും ഒരു സ്റ്റെപ്പ് കയറുക. 3ക്കും 4നും 3.5ന്റെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലെ? 4 വരെ ഇങ്ങനെ പോകും. അടുത്ത വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വീണ്ടും താഴോട്ടും ഇതേ കാര്യം തന്നെ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഒരു ഗ്രാഫ് ഇട്ട് കൊടുക്കുക. ഇത് ഹോളാണ്. ഇങ്ങനെ വരിക, ഹോൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വരിക, ഹോൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വരിക, ഹോൾ ഇട്ട് കൊടുക്കുക. മനസ്സിലാവും? അതായത് -1നും 0യ്ക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂലും അത് അതിന്റെ വാല്യൂ -1 ആയിരിക്കണം. എക്സെപ്റ്റ് ഫോർ 0 വിച്ച് ഇസ് 0. ഓക്കെ, ഇവിടെ ഒരു ഹോളാണ്. -2നും -1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂനും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. എക്സെപ്റ്റ് ഫോർ -1 വിച്ച് ഇസ് -1. അതുകൊണ്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. സോ ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. ഇതിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും വിളിക്കും. ഇതിന്റെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ? ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ചിന്തിക്കുക. വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? y വാല്യൂസ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ് അല്ലേ? y വാല്യൂസ് ഇന്റീജർ നമ്പേഴ്സ് അല്ലേ? സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ് ആണ് ഇതിന്റെ y വാല്യൂ. സോ റേഞ്ച് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഇസ് z. നമ്മൾ ഇതിന്റെ കുറിച്ചൊക്കെ വളരെ ഡെപ്തിൽ IIT പാർട്ടിൽ പഠിക്കും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ബോർഡ് എക്സാം ലെവലിലോ NCERT ലെവലിലോ KEAMനോ വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ബട്ട് ഓർക്കുക, ഇതാണ് ബേസിക്സും. ഈ ബേസിക്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ വളരെ ഡെപ്തില് ഫംഗ്ഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി. സോ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻസും പഠിക്കും. അടുത്ത ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നൊരു പാർട്ടാണ്. ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസ്. ഓൾജിബ്ര ഓഫ് ഫംഗ്ഷൻസിൽ അഡീഷൻ f of x ഉം g of x ഉം രണ്ട് ഫംഗ്ഷൻസ് ആണെങ്കിൽ then f plus g of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് f of x plus g of x തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, if f of x is equal to x cube and g of x is equal to 1 by x, ഇങ്ങനെയാണെങ്കിൽ f ഇതെന്താണ്? x cube plus 1 by x വരും. അടുത്തത് f minus g of x എന്ന് പറഞ്ഞാൽ എന്ത് വരും? f of x minus g of x, that is x cube minus 1 by x വരും. അതായത് f dot g of x എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വരും? f of x into g of x, അതായത് x cube into 1 by x എന്ന് വരും. അതായത് x square എന്ന് വരും. അതായത് അതേപോലെ തന്നെ f by g of x എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് f of x divided by g of x ആണ്. അതായത് x cube divided by 1 by x എന്ന് പറയുന്നത് x power 4 എന്ന് വരും.
കാര്യം പിടികിട്ടിയല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഡിവിഷനിൽ ഓർക്കുക, ഈ ജി ഓഫ് എക്സ് ഒരിക്കലും 0 ആവരുത്, 1/x 0 ആവരുത് എന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്ന് രണ്ട് ഇതിനെപ്പറ്റി എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 1 be two real functions. First find f plus g of x. f plus g of x എന്താണ്? ജസ്റ്റ് ആഡ് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് വരും, അത്രേ ഉള്ളൂ. f മൈനസ് ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1. അടുത്തത് എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2x³ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും അല്ലെ. അതേപോലെ തന്നെ എഫ് ബൈ ജി ഓഫ് എക്സ് ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x പ്ലസ് 1 വേർ 2x പ്ലസ് 1 നോട്ട് ഈക്വൽ ടു 0. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു -1/2. എക്സ് -1/2 ആയി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയിട്ട് വരും. ഇതേ ഉള്ളൂ എഫ് പ്ലസ് ജി ഓഫ് എക്സും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അടുത്തൊരു ചോദ്യമുണ്ട്, എക്സാമ്പിൾ 17 നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇപ്പം കാര്യങ്ങൾ തിയറി എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യും, മിസ്ലേനിയസ് ചോദ്യവും ചെയ്യും, എക്സാമ്പിൾ ചോദ്യവും എക്സസൈസ് ചോദ്യങ്ങളും ചെയ്യും. ഇതിന്റെ തിയറി ഒക്കെ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സമയമെടുത്ത് ഈ ഫംഗ്ഷൻസിനെ എല്ലാം ബൈഹാർട്ട് ചെയ്യുക. ഐഡന്റിറ്റി ഫംഗ്ഷൻ ആവട്ടെ, സിഗ്നം ഫംഗ്ഷൻ ആവട്ടെ, മോഡുലസ് ഫംഗ്ഷൻ ആവട്ടെ, പോളിനോമിയൽ ഫംഗ്ഷൻ ആവട്ടെ, റാഷണൽ ഫംഗ്ഷൻ ആവട്ടെ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആവട്ടെ, ഇതിന്റെ എല്ലാം ഡൊമൈനും റേഞ്ചും എല്ലാം നന്നായിട്ട് പഠിക്കുക. എനിക്കറിയാം ഫംഗ്ഷൻസ് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ സ്റ്റുഡൻസിന് ചെറിയൊരു ഡൗട്ട് ഒക്കെ തോന്നി തുടങ്ങും. പേടിക്കേണ്ട, നമ്മൾ കുറെ അധികം ചോദ്യങ്ങൾ ചെയ്ത് ഇതിനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആക്കുമെന്നുള്ളതിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. നിങ്ങൾ എന്റെ കൂടെ തന്നെ നിൽക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മൾ അടിപൊളിയായിട്ട് എല്ലാ വീഡിയോസും വരുന്നുണ്ട്. നല്ല ഫോമിലാണ് ഞാനും, നല്ല രീതിയിൽ വീഡിയോസ് വരും. നിങ്ങളും പഠിക്കും, ഞാനും പഠിപ്പിക്കും. പേടിക്കേണ്ട. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.